ഹലോ, കേക്കിൻ്റെ വർക്കൊന്നും അധികം ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്തൊരു ഐറ്റമാണിത്. അപ്പോൾ തോന്നി അതിൻ്റെ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കാന്നുള്ളത്. അപ്പോൾ അപ്പോൾ പെരി പെരി അൽഫാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ, വെള്ളം ചേർക്കാണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ പാത്രത്തിലുള്ള പൊടികളെന്ന് വെച്ചാൽ മല്ലിയില്ലേ, പൊടിക്കാത്ത മല്ലി, മുളക്, ചെറിയ ജീരകം, പെരിഞ്ജീരകം, പിന്നെ 2 കറുകപ്പട്ട, ഗ്രാമ്പു, ഒരു ഏലക്കയും കൂടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്യുക. പിന്നെ ലൈം ജ്യൂസ് ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, പിന്നെ പുളിയില്ലാത്ത തൈര് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് ആ മിക്സ് നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇടാം. നമുക്ക് ചിക്കൻ അത്യാവശ്യം 1 kg ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്തത്. അങ്ങനെ ചിക്കനൊക്കെ നന്നായി കഴുകി വെള്ളമൊക്കെ ഇങ്ങനെ വാർന്ന് പോയതിൻ്റെ ശേഷം നമ്മുടെ ചപ്പാത്തിയിലൊക്കെ പരത്തുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് ചതയ്ക്കുക ചിക്കൻ. വല്ലാണ്ടല്ല, ജസ്റ്റ് ഒന്ന് ഫ്ലഷൊക്കെ ഒന്ന് ഇങ്ങനെ ചതഞ്ഞ് വരും. അതിൻ്റെ ശേഷം നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത മസാല അതിനാ വരഞ്ഞതിൻ്റെ ഇടയിലേക്കൊക്കെ ആവുന്ന പോലെ നന്നായിട്ട് തേച്ചിട്ട് ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറെങ്കിലും വെക്കുക മിനിമം. മാക്സിമം ഓവർനൈറ്റൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. ഫ്രീസറിലല്ല, താഴെ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കണം. അതിലേക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് സാധാ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത ഓയിൽ ഒരു പാനിലേക്ക് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരും, അതൊഴിക്കുക. ചില്ലി ഫ്ലേക്സ് ഇടുക, കുരുമുളക് പൊടി ഇടുക, ഉപ്പ് ടൊമാറ്റോ സോസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 2 നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ മയണൈസ് ചെയ്യാനായിട്ട് 2 ബോയിൽഡ് എഗ്ഗും വെളുത്തുള്ളി അല്ലി, കുരുമുളക് പൊടി, പാല്, കുറച്ച് ഉപ്പ്, വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ. എന്നിട്ട് പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അതൊരു പകുതി കുക്കാവുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സോസ് ഇല്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ പീസിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് അപ്പുറത്തെ സൈഡും ഈ സൈഡ് അടിയിലത്തെ സൈഡൊന്ന് കുക്കാവുമ്പോൾ ഇത് തിരിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ സൈഡും സോസ് മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ലാസ്റ്റ് അതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് കളർ എള്ളും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാട്ടോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പി ആയത് കാരണമാണ് വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.